വരുത്തേണ്ട ഒരു ചെറിയ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഞ്ച് ഇല്ലാത്തൊരു ഇഷ്യൂ ഉള്ള കാരണം മാക്സിമം ഇങ്ങോട്ട് വരുന്നവർ കയ്യിൽ കാശ് കാണിക്കുക. ഞാൻ ഈ നാട്ടുകാരനായ കാരണം എന്നെ അറിയുന്ന ഒന്ന് രണ്ട് പേര് കുറച്ച് സ്നേഹമുള്ള. അപ്പോൾ ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് വേറെ ഒന്നുമല്ല. നമ്മൾ അന്ന് പോയ യാത്രയുടെ ഒരു ചെറിയ പാർട്ട് കൂടെ ബാലൻസ് നമ്മൾ കയ്യിലുണ്ടായിരുന്നു. ആ ഡാമിലേക്ക് പോയതിൻ്റെയും തിരിച്ച് വന്നതിൻ്റെ ഒക്കെ ആയിട്ടുള്ളത്. അത് ജസ്റ്റ് തിരിച്ചു വരുമ്പോൾ ഒരു മഴയുടെ ഒരു കലക്കും എല്ലാം കൊണ്ടുള്ളൊരു കുറച്ച് വിഷ്വൽസും കൂടെ നമ്മൾ ബാലൻസ് ഉണ്ട്. അതും കൂടെ ഒന്ന് കണ്ടോക്കാം. ഓക്കെ, ഇറങ്ങാൻ പറ്റുമോ? സാധനം ഇവിടെ കൊടുന്ന് വെച്ചാൽ അങ്ങനെ നിൽക്കുമ്പോൾ കുറേ ടീമുകൾ അവിടെ വായം വിളിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ വേറെ ഒന്നും നോക്കിയില്ല, നേരെ അവിടെ നിന്ന് കിട്ടാനുള്ളതൊക്കെ വലിച്ച് പിടിച്ച് പോയി ഞാൻ താഴേക്ക് ഇറങ്ങി. അവൻ വരുന്നില്ല പറഞ്ഞു. പിന്നെ അവനെ വിളിക്കാനും നിന്നില്ല, നേരെ താഴേക്ക് ഇറങ്ങി. കുറച്ച് കച്ചവടക്കാരൊക്കെ ഇപ്പോൾ അവിടെ കൂടിയിട്ടുണ്ട്. ആദ്യം ഇവിടെ ആരും അങ്ങനെ കച്ചവടം പരിപാടിയായിട്ടൊന്ന് ആരെയും ഞാൻ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ കുറേ ആൾക്കാർ വന്ന് കൂടിയിട്ടുണ്ട്, കാരണം കുറച്ച് പുറത്തുനിന്ന് ആൾക്കാർ വരുന്നുണ്ട്. പക്ഷേ ഇവിടെ വരുത്തേണ്ട ഒരു ചെറിയ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഞ്ച് ഇല്ലാത്തൊരു ഇഷ്യൂ ഉള്ള കാരണം മാക്സിമം ഇങ്ങോട്ട് വരുന്നവർ കയ്യിൽ കാശ് കാണിക്കുക. ഞാൻ ഈ നാട്ടുകാരനായ കാരണം എന്നെ അറിയുന്ന ഒന്ന് രണ്ട് പേര് കുറച്ച് സ്നേഹമുള്ള നാട്ടുകാർ നമ്മുടെ നാട്ടുകാരുള്ള കാരണം അവർ BSNL സിമ്മുള്ള കാരണം അവർ ഹോട്ട്സ്പോട്ടൊക്കെ ഇട്ട് വന്നിട്ടാണ് ഞാൻ ഇങ്ങോട്ട് കടന്നു വന്നത്. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ മാക്സിമം കയ്യിൽ കുറച്ച് കാശ് കരുതുക. കാരണം വണ്ടിക്ക് ഒരു എമൗണ്ട്, ആൾക്ക് ഒരു എമൗണ്ട് എന്നുള്ള രീതിയിൽ ഇവിടെ അവർ മെയിൻ ഗേറ്റിൽ പിടിക്കേണ്ടത്. അത് കൊടുത്താലും നമുക്ക് കടന്നു വരാം. പാസ്സാണ്, അത് നോർമലായിട്ട് എല്ലാ സ്ഥലത്തുള്ള പോലെ തന്നെ ഇവിടെയുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് വരുമ്പോൾ മാക്സിമം ലിക്വിഡായിട്ട് കയ്യിൽ, അതായത് ഒരു 1000-500 ഒരു 1000 രൂപ മാക്സിമം കയ്യിൽ വെക്കുക. നമുക്ക് എന്തെങ്കിലും ഒരു സാധനം മേടിക്കണം. ഇവിടെ റേഞ്ച് ഇല്ല. പ്യൂർലി പറഞ്ഞാൽ അവിടെ BSNL മാത്രമേ റേഞ്ച് ഉള്ളൂ. ജിയോ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. BSNL മാത്രമേ നല്ല ഉള്ളൂ. എയർടെൽ VI ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ എല്ലാവരും അത് നോക്കിയിട്ട് വരും. അപ്പോൾ ഞങ്ങൾ എന്തായാലും അങ്ങനെ ഈ കുട്ടിപ്പെട്ടാളോ ഇവൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട് ആരായാലും. ബാക്കിയുള്ളവരൊക്കെ നനയാൻ മടിച്ച് നിൽക്കുമ്പോൾ ചെക്കനെല്ലാം ഒരു ഇമാതിരി തണവറിയോ, സമ്മതിക്കണം. അവിടെ കിടന്ന് കുത്തി മറിയായിരുന്നു. ലാസ്റ്റ് അവിടെ നിന്ന് തോർത്തി പിടിച്ച് എനിപ്പിച്ച് വലിച്ച് കൊണ്ടുപോയി ചെയ്താണ്. അത്രയും ടെററായവൻ. പിന്നെന്താ, പിന്നെ ഈ വ്യൂ ഒക്കെ വെറുതെ ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് ഞങ്ങൾ കയറി വീണ്ടും ഡാമിലേക്ക് വണ്ടി വിട്ടു. ചേർന്നല്ല വഴിയിൽ അവിടെ ഇവിടെയൊക്കെ മാനും അതും ഇതൊക്കെ നിൽക്കുന്നുണ്ട്. കാരണം മഴ പെയ്തിട്ട് ചെറുതായിട്ടൊന്ന് നനഞ്ഞ് കിടക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഡാമിൻ്റെ എൻട്രൻസ് കയറി. അതേണ്ട നമുക്ക് കുളിയൊക്കെ കഴിഞ്ഞ് സുൽപ്പന്തരനായിട്ട് വന്ന് നിൽക്കുന്നുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഡാമിൽ പോകുമ്പോൾ ഫണ്ട് കയ്യിൽ പിടിക്കാൻ മറക്കരുത്. ഞാൻ ഒരു വട്ടം പറഞ്ഞു, എന്നാലും ഞാൻ പറയുന്നത് വെച്ചാൽ കുറച്ചധികം ടൈം ഞങ്ങളവിടെ ലാഗായി. അല്ലെങ്കിൽ ഞങ്ങൾക്ക് കുറച്ചധികം ടൈം അവിടെ കിട്ടിയേനെ. പിന്നെ ഞങ്ങൾക്ക് വൈകുന്നേരം നേരത്തെ പോകാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു സെൽഫി വീഡിയോ ഒക്കെ എടുത്ത് എങ്ങനെ ഉണ്ടാകും ആ പരിപാടി ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവനും ഹാപ്പി, ഞാനും ഹാപ്പി. അങ്ങനെ നോക്കിയപ്പോൾ നമ്മൾ കൂട്ടുകാരൻ നമ്മളിപ്പം 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അവനവിടെ ഫോറസ്റ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ ഡാമിൻ്റെ ഒപ്പം ഉള്ള ടൂറിസത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അവനും വർക്ക് ചെയ്യുന്നുണ്ട്. ഒരുപാട് പേരെ ഞാൻ കണ്ടു, എൻ്റെ ഒപ്പം പഠിച്ചവരും അങ്ങനെയുള്ളവർ ഒരുപാട് പേര് ഞാൻ അവിടെ കണ്ടു. പിന്നെ നമ്മളെത്തുമ്പോഴത്തേനും ഫാമിലീസും കാര്യങ്ങളൊക്കെ വന്നു. കൊട്ടവഞ്ചികളൊക്കെ ആക്റ്റീവായി തുടങ്ങി. നമ്മൾ കൊട്ടവഞ്ചിയിലൊന്നും കയറാമെന്നില്ല. ധൈര്യം കൊണ്ടൊന്നുമല്ല, ധൈര്യം ഇല്ലായ കൊണ്ടൊന്നുമല്ല, മഴയാണ് വരുന്നത്. പിന്നെ നമുക്ക് നേരത്തെ പോകും വേണം. ഇവർ ചിലപ്പോൾ കൊണ്ടുപോയിട്ട് ഏതെങ്കിലും ദിക്കിൽ കൊണ്ടുപോയിട്ടൊക്കെ കാണിച്ചിട്ട് വരും. പിന്നെ നമ്മൾ ഒരാൾ മാത്രമായിട്ട് പോകുമ്പോൾ ഒരു ധൈര്യക്കുറവ് ചെറുതായിട്ട്, അതൊക്കെയാണ് മെയിനായിട്ട് കാര്യം. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആനയും പാമ്പും പൂച്ചയൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. പക്ഷെ നമുക്കൊന്നും കാണാൻ പറ്റിയില്ല, കുറേ അകലെ, അത്രയൊന്നും സൂം ചെയ്യാൻ പറ്റില്ല. രണ്ടും പറഞ്ഞു വന്നപ്പോൾ മഴക്കാരൻ എത്തി. അത് കുറച്ച് രൂക്ഷമാവും എന്നുള്ളൊരു തോന്നൽ നമുക്ക് തോന്നി. നമുക്ക് ഓടിക്കടച്ച് പോകേണ്ടതാണ്. ഞാൻ പറഞ്ഞില്ലേ, വൈകുന്നേരം ഒരു കല്യാണം. പിന്നെ ഇട്ട ഡ്രസ്സൊന്നും ഉണങ്ങുന്നില്ല, അമ്മാതിരി മഴ. ആ അവസ്ഥയിൽ ഇനിയും കുറേ ഡ്രസ്സുകൾ നനയ്ക്കണ്ട എന്നുള്ള തീരുമാനത്തിൽ ഞങ്ങൾ രണ്ടുപേരും പതുക്കെ അവിടെ നിന്ന് കയറാൻ നോക്കി. അപ്പോൾ ഞാൻ കുറച്ച് നേരം കൂടെ ഇന്ന് കുറച്ച് വീഡിയോസ്, പിന്നെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇത് ഈ ഒരു വ്യൂ ആണ് അവിടെ നിന്ന് കിട്ടുന്ന മെയിൻ ആയിട്ടുള്ള വ്യൂ. അതിലും കൂടുതൽ അവിടെ നിന്നൊന്നും കിട്ടാനില്ല. പിന്നെ കുറച്ച് ഫാമിലീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരിങ്ങനെ വട്ടത്തിലെല്ലാവരും കൂടെ ഫാമിലി ആയിട്ട് നിൽക്കണം, ഒരു രസം. പിന്നെ ഒരു ബോട്ട് കിടക്കുന്നുണ്ട് കേട്ടോ, അത് വർക്കിംഗ് ആണോ എന്നറിയില്ല. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഒരു പരിപാടി അവസാനിപ്പിച്ച് നേരെ പുറത്തേക്ക് ഇറങ്ങി. അവനും വന്നു. ഞങ്ങൾ പക്ഷെ ഒന്ന് കഴിച്ചു. ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോയിട്ടൊരു ഐസ്ക്രീം പോലും കഴിച്ചിട്ടില്ല. ഐസ്ക്രീമോ ഒരു സാധനം എന്താ പറയുക, ഓൾറെഡി കല്യാണം കഴിഞ്ഞ് പോകണമായിരുന്നു. കല്യാണമാണല്ലോ, അവിടെ നിന്ന് ഐസ്ക്രീം കാര്യങ്ങളൊക്കെ കഴിച്ചിരുന്ന കാരണം വിശപ്പിൻ്റെ പരിപാടി ഉണ്ടായിരുന്നില്ല. ഒരു തുള്ളി വെള്ളം പോലും, ഒരു കുപ്പി വെള്ളം പോലും ഞങ്ങൾ മേടിച്ചില്ല. അപ്പോൾ അത്യാവശ്യം നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഴ തുടങ്ങി. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സൂപ്പർ മഴയായി. ഒരു മിനിറ്റ് കണ്ടാ, കണ്ണൊന്നും കാണില്ല എന്ന് പറയില്ല, ആ അവസ്ഥയായി. അപ്പോൾ ഇനി അധികം നേരം ഞങ്ങൾ വീഡിയോയും പരിപാടിയായിട്ട് നിൽക്കണില്ല. ഞങ്ങൾ പോന്നു. കറക്റ്റ് ഞങ്ങൾ പോന്നു കഴിഞ്ഞപ്പോൾ മഴ വീണെങ്കിൽ, അതാണ് ഞങ്ങളൊരു ഭാഗ്യം. കറക്റ്റ് അപ്പോൾ
എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, മറക്കരുത്. ഓക്കെ, ബൈ.